അങ്ങനെ എവിക്ഷൻ പ്രൊമോ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് എവിക്ഷൻ നടക്കുന്നത്? അവസാന രണ്ടുപേർ ഞാൻ പറഞ്ഞില്ലേ, സായിനെ നന്ദനയും കൊണ്ട് ഇങ്ങനെ അങ്ങ് നിർത്തും, ഹൃദയം തുറക്കാൻ പറയും, ഹൃദയത്തിനകത്ത് നന്ദന എവിക്റ്റഡ്. ഇതായിരിക്കാൻ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ എവിക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെയൊക്കെ പെൻഡിങ് ആക്കി വെക്കുക. സായിനെ നന്ദനെ മാത്രം ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കുക. നന്ദന മാത്രമാണ് എവിക്റ്റ് ആയത്. നന്ദന മാത്രം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. വേറെ ആരും ഇതുവരെ എവിക്റ്റ് ഒന്നും ആക്കിയിട്ടില്ല. പിന്നെ ഷൂട്ടും കഴിഞ്ഞിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഷൂട്ട് കഴിഞ്ഞിട്ടില്ല ഇതുവരെ എന്നാണ് എൻ്റെ ഒരു ഇത്. കാര്യം വേറെ ഒരു ഇതും കേൾക്കുന്നില്ല, വേറെ ഒരു ന്യൂസ്. പിന്നെ സായി ഓൾറെഡി സായിയുടെ നന്ദനയുടെയും കാര്യമാണ് ഈ പ്രൊമോയിൽ കാണിക്കുന്നത്. ബാക്കിയുള്ളവരെയൊക്കെ പെൻഡിങ് ആയിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നോറയാവാം. കാര്യം ശ്രീതു, ജാസ്മിൻ, ഋഷി, അഭിഷേക്, നോറ ഇവരുടെയൊക്കെ പെൻഡിങ് ആണ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എന്തായിരുന്നാലും പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയാം. അതായത് എല്ലാവർക്കും ഓരോ ഹൃദയം കൊടുക്കുന്നു. എവിക്ഷൻ പ്രോസസ്സ് അത് തുറന്നു നോക്കാൻ പറയുമ്പോഴത്തേക്കും നോറയുടെ തുറന്നു നോക്കുമ്പം റിസൾട്ട് പെൻഡിങ് ശ്രീതു, ജാസ്മിൻ്റെ തുറന്നു നോക്കുമ്പോൾ നോറയുടെ റിസൾട്ട് പെൻഡിങ്, ശ്രീതുവിൻ്റെ തുറന്നു നോക്കുമ്പോൾ ജാസ്മിൻ്റെ റിസൾട്ട് പെൻഡിങ്, ഋഷിയുടെ തുറന്നു നോക്കുമ്പോൾ അഭിഷേകിൻ്റെ ഹൃദയം തുറന്നു ഒരു ഹൃദയം പോലത്തെ സാധനം കൊടുക്കും വെക്കാൻ വേണ്ടിയിട്ട്. അഭിഷേകിൻ്റെ തുറന്നു നോക്കുമ്പോൾ ഋഷിയുടെ പെൻഡിങ്. ബാക്കിയുള്ളവരുടെയൊക്കെ റിസൾട്ട് നാളെ ആയിരിക്കും പറയുന്നത്. അതായത് നാളത്തെ എപ്പിസോഡിൽ. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, സായി നന്ദനെ മാത്രം വരും ഇന്നത്തെ എപ്പിസോഡിൽ. എന്നിട്ട് പെങ്ങളുകുട്ടിയും ആങ്ങളെയും. അപ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷ പ്രകടനമൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് ചില ആൾക്കാരൊക്കെ കമൻറ്റ് ബോക്സിൽ. അയ്യോ, നമ്മുടെ ആൾക്കാർ രക്ഷപ്പെട്ടേ, ഇനിയെങ്കിലും കളിക്കുമല്ലോ. കാര്യം നന്ദന നിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് താന്നു പോകും. സിജോയ് സായി ഭയങ്കരമായിട്ട് താന്നു പോകും നന്ദന നിന്ന് കഴിഞ്ഞാൽ. നന്ദന ഔട്ടായതിൽ ഒരുപാട് പേര് സന്തോഷിക്കുന്നുണ്ട്. അത് ഇവരുടെ ഫാൻസാണ് സന്തോഷിക്കുന്നത്, സിജോയുടെ സായിയുടെ ഫാൻസ്. ഞാൻ കണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ. എൻ്റെ കമൻറ്റ് ബോക്സിലല്ല, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ട്, ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് താന്നു പോകുന്നു, നെഗറ്റീവ് അടിക്കുന്നു എന്നുള്ള സംഭവം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, സായിയും സിജോയും ഉണ്ടെങ്കിൽ ഇവർ കോംബോ ആയിട്ട് തന്നെ പോകും കേട്ടോ. ഇവർ ഇനി ഭയങ്കരമായിട്ട് കളി അങ്ങനെയൊന്നും മാറാൻ പോകുന്നില്ല. ടോപ്പ് 5 ആയിരിക്കുമോ, ടോപ്പ് 6 ആയിരിക്കുമോ, ടോപ്പ് 5 ആയിരിക്കുമോ, ടോപ്പ് 6 ആയിരിക്കുമോ? ടോപ്പ് 6 ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് എനിക്ക് തോന്നുന്നു അഭിഷേക്, സിജോ, അഭിഷേക്, ആ ഒരു സായി, ഋഷി, ഇവർ തമ്മിലാണ് ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത് ടോപ്പ് 5 കയറാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിനകത്തൊരു സംഭവമുണ്ട്, പെട്ടിയെടുക്കൽ. ഈ പെട്ടിയെടുക്കലിൽ സായി സിജോയും എന്തെങ്കിലും ഒരു ഗെയിം കളിക്കും. പക്ഷെ അത് നെഗറ്റീവ് ആവാതിരുന്നാൽ മതി, അത് മാത്രമേ ഉള്ളൂ. ഉൾട്ടടിക്കാതിരുന്നാൽ മതി. കാര്യം അറിയത്തില്ല, കാര്യം ഇവരുടെ ഗെയിം നേരെ തിരിഞ്ഞിപ്പോൾ അവരെന്തായാലും ഈ മറ്റേ ഡൊമെക്സിൻ്റെ സ്കോർ ബോർഡില്ലേ, അത് കണ്ട് ഭയങ്കര സന്തോഷിച്ചിരിക്കുക. കാര്യം ഇവരാണ് ടോപ്പിൽ നിൽക്കുന്നത്. അർജുനും സായിയും സിജോ ഉള്ള ഗ്രൂപ്പാണ് ഈ ഡൊമെക്സിൻ്റെ സ്കോർ ബോർഡിൽ ടോപ്പിൽ നിൽക്കുന്നത്, ഫസ്റ്റ് കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം പ്രൈസൊക്കെ കിട്ടി. സോ ഇവർക്ക് ഭയങ്കര സന്തോഷമാണ്, സായിക്കും സിജോയ്ക്കും. അവർ വിചാരിച്ചിരിക്കുന്നത് അവർ ടോപ്പ് 2 വരും എന്നുള്ള ഒരു വിചാരത്തിലാണ് അവർ നിൽക്കുന്നത്. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോടാ, സത്യമായിട്ടും. പക്ഷേ ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ജാസ്മിനും ജിൻഡോയാണ് നിൽക്കുന്നത്. ഈ എല്ലാ പോളുകളിലും അവർ രണ്ടുപേരുമാണ് നിൽക്കുന്നത്. ടോപ്പ് 2 നിൽക്കുന്ന അവർ രണ്ടുപേരുമാണ്. പക്ഷെ പറയാൻ പറ്റില്ല കളികൾ ഇനി മാറുമോ ഇല്ലയെന്ന്. കാരണം മണി ബോക്സ് എന്ന സംഭവം കിടക്കുകയാണ്. റീ എൻട്രീസ്, അയ്യോ, അതും കൂടി വന്നു കഴിയുമ്പോൾ പൂർത്തിയാവും സീസൺ 6. ആ റീ എൻട്രീസിനെ കുറിച്ചൊക്കെ പറയാം, കുറേ ഉണ്ട് കാര്യങ്ങൾ. അതൊക്കെ അടുത്ത വീഡിയോകളിലൊക്കെ പറയാം. എന്തായാലും അടുത്ത ആഴ്ച മണി ബോക്സ് ആണ്. അതിനകത്ത് ഇനി സായി സിജോ എന്ത് ചെയ്യും? എൻ്റെ കുട്ടിക്ക് വേണ്ടി ഈ ഏട്ടൻ മണി ബോക്സ് എടുത്ത് പോകുന്നു എന്ന് പറഞ്ഞ് പോവുമെന്ന് കണ്ടറിയാം. എന്തായിരുന്നാലും നമുക്ക് നോക്കാം. നമ്മുടെ സിജോയുടെ ഫാൻസൊക്കെ ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ നന്ദനയുടെ എവിക്ഷൻ കണ്ടിട്ട് നോക്കാം. പക്ഷെ ഇതുവരെ വേറൊരാളെ എവിക്റ്റ് ആയതായിട്ട് കണ്ടില്ല. നോറ, ശ്രീതു, ജാസ്മിൻ, ഋഷി ആൻഡ് അഭിഷേക് ഇവരുടേത് മിക്കവാറും നാളെ ആയിരിക്കും അവരുടെ എവിക്ഷൻ പ്രോസസ്സ് കാണിക്കുന്നത്. ചിലപ്പോൾ നോ എവിക്ഷൻ ആകാം, ചിലപ്പോൾ നന്ദന മാത്രം ആകാം, ചിലപ്പോൾ ഒരാളും കൂടി ഉണ്ടാവാം. അതിനെ എന്തെങ്കിലും അറിയുകയാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.